ഭാഗ്യലക്ഷ്മി, ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ നോക്കൂ, ഇവിടെ അതിജീവിത ട്രോമയിലാണ് എന്നാണ് അവരുമായി അടുപ്പമുള്ള ആളുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അവർ ഷോക്കിലാണ്. താങ്കൾക്കും അക്കാര്യം നേരിട്ടറിയാം. രണ്ടാമത്തെ കാര്യം, ഇത്രത്തോളം ഒരു കഠിനമായ കുറ്റകൃത്യം നേർക്കുനേർ ചെയ്ത പ്രതികൾക്ക് കൊടുക്കാൻ കഴിയാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കാമെന്നിരിക്കെ അത് കുറഞ്ഞ ശിക്ഷയാണ് വിധി പ്രസ്താവത്തിലുള്ളത്. നമ്മൾ കോടതി വിധിയിലുള്ള അമർഷം പറയുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറും അതിജീവിത അഭിഭാഷകയും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അതായത് ആ പ്രതികളുടെ പ്രായം, പ്രതികളുടെ ജീവിതം, പ്രതികളുടെ അമ്മ, പ്രതികളുടെ കുടുംബം, ഇതെല്ലാം പരിഗണിക്കാം. പക്ഷേ അതിജീവിതയ്ക്ക് ഇതൊന്നുമില്ല. അതിജീവിതയ്ക്ക് അമ്മയുമില്ല, പ്രായവുമില്ല, ജീവിതവുമില്ല, ഒന്നുമില്ല. അവൾ ആജീവനാന്ത തടവിന് അവൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവൾക്കാണ് യഥാർത്ഥത്തിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുന്നത്. അവൾ ഇനി മരണം വരെ ഇത് ആലോചിച്ച് അവളെ ഈ അവസ്ഥയിൽ, ഈ മാനസിക അവസ്ഥയിൽ, ഈ സാമൂഹിക അവസ്ഥയിൽ എത്തിച്ച് അവർ എല്ലാവരും വളരെ ചെറിയ ശിക്ഷ അനുഭവിച്ച് സന്തോഷമായി ജയിലിനുള്ളിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായി അവർ ജീവിച്ച് അവരുടെ ഈ ചെറിയ കാലയളവിൽ ശിക്ഷ ദാന്ന് പറഞ്ഞ് ഓടിപ്പോകും. അവരെല്ലാവരും പുറത്തു വന്ന് അവർ കുടുംബമായി ജീവിക്കട്ടെ. അതാണല്ലോ ഈ ശിക്ഷാവിധിയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അതായത് സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതെന്ന് കോടതി പറയുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ പ്രായം, അവരുടെ വീട്, അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവർ നല്ല മനുഷ്യരാവാനുള്ള അവർ ഈ പഞ്ചസാര പാലുമുട്ട എന്ന് പറയുന്ന മട്ടിൽ നൈർമല്യമുള്ള മനുഷ്യരാവാനുള്ള അവരുടെ ഭാവി ഒക്കെ കോടതി പരിഗണിക്കുന്നുണ്ടാകാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അതെ, അവൾക്ക് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. അവളെ ഏതോ ഒരു അനാഥ പെണ്ണിനെ മാതിരി, അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അവൾക്ക് വേണ്ടി ആരുമില്ല, അവൾക്ക് വേണ്ടി കോടതിയിൽ ആരുമില്ലായിരുന്നു, അവൾക്ക് വേണ്ടി സമൂഹത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ കണ്ട കാഴ്ച. ഭാഗ്യലക്ഷ്മി, അഡ്വക്കേറ്റ് രാജകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾക്കും അറിയാം. നമുക്ക് നേരത്തെ ചർച്ചയ്ക്ക് എനിക്ക് വളരെ വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളാണ്. നേരത്തെ ഇപ്പോൾ പ്രോസിക്യൂട്ടറിന് ശേഷം അതിന് മുമ്പ് വളരെ സമചിത്തത്തോടുകൂടി മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. വാവിട്ട ഒരൊറ്റ വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാത്ത മനുഷ്യനാണ്. അദ്ദേഹം ഇന്ന് കോടതി പരിസരത്ത് പറയുകയാണ്, ഞങ്ങൾ ഈ പോയ വർഷങ്ങളിൽ കോടതി മുറിക്കുള്ളിൽ വെന്ത് നീറുകയായിരുന്നു എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അവർക്ക് പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, തീർച്ചയായിട്ടും അവരും വെന്ത് നീറുകയായിരുന്നു, അവളും വെന്ത് നീറുകയായിരുന്നു. അവളുടെ നീറ്റലും അവളുടെ സങ്കടവും അവളുടെ രോദനവും കേട്ടില്ല ഇവിടെയുള്ള നിയമം, അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി കേട്ടില്ല. അവളെ കണ്ടില്ല, അവളെ കാണുന്നുമില്ല, അവളെ കേൾക്കുന്നുമില്ല. സഹിക്കാൻ പറ്റുന്നില്ല ആഷ്മി, സഹിക്കാൻ പറ്റുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.